അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മുസ്ലിം നാമധാരികൾ എവിടെ കണ്ടാലും അല്ലെങ്കിൽ മുസൽമാനെ കണ്ടാൽ ആ സമയത്ത് വിഭ്രാന്തി നൽകുന്ന ഭ്രാന്ത് പിടിക്കുന്ന ഒരു റീന എന്ന് പറയുന്ന ജെറുസലേമിലെ ഒരു ഒരു വേട്ടപ്പട്ടിയെ പോലെ ജീവിക്കുന്ന ഒരാൾ, ഒരു സ്ത്രീ കുലത്തിന് തന്നെ മാനക്കേടായി ജീവിക്കുന്ന ഒരു ജന്മം. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇതിനപ്പുറമാണ് പറയേണ്ടത്, പക്ഷെ എൻ്റെ അഭിമാനം അതിന് സമ്മതിക്കാത്തത് കൊണ്ടാണ്. എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തൊരു ഭ്രാന്ത് പിടിച്ചതുപോലെയാണ്. മുസ്ലിംസിനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റില്ല. അതിപ്പോ പറഞ്ഞ് ഹിന്ദുവിനെ കൂടി പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. ഹിന്ദുക്കളെ കൂടി എങ്ങനെയാണ് പറയുന്ന വാക്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോ സിനിമ ലോകത്തൊക്കെ സിനിമയുടെ അതുമായി ബന്ധപ്പെടുന്ന ആൾക്കാർക്കൊക്കെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളിൽപ്പെട്ട ഒരാളാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. മമ്മൂട്ടി ഫാൻസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാടുണ്ടല്ലോ. എന്തോ ആവട്ടെ, ആ മമ്മൂട്ടിയെ പോലും വളരെ മോശമായിട്ട് കുണ്ടൻ എന്ന് വിളിക്കാൻ, കുണ്ടൻ മമ്മൂട്ടിയുടെ ഫാൻസ്, കുണ്ടനായ മമ്മൂട്ടിയെ ഏറ്റു നടക്കുന്നവർ എന്നൊക്കെ രൂപത്തിൽ വളരെ മ്ലേച്ഛമായ രൂപത്തിൽ സംസാരിക്കുന്ന ഒരു പെണ്ണ്, പറഞ്ഞ് മമ്മൂട്ടിയെ സുഡാപ്പിയാക്കുന്ന, മത തീവ്രവാദിയാക്കുന്ന. ഞാനിത് പറയുന്നത് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇവരുടെ വീഡിയോ കാണുമ്പോൾ അർമാദിക്കുന്നവരുണ്ട്. നിങ്ങളോട് പറയുന്നത് ഇപ്പൊ ഒരുപാട് പേർക്ക് കിട്ടുകയും ചെയ്തു. മുസ്ലിമിനെ കുറിച്ച് കൂടുതൽ പറയുന്ന കണ്ടപ്പോൾ അതിൽ സന്തോഷിച്ചിരുന്ന പലർക്കും ഇപ്പോൾ വീണ്ടും കൊടുത്തു. എന്താ, ഹിന്ദുക്കളെ കൂടി പറയാൻ, ഹിന്ദുക്കളെ കൂടി ഇപ്പൊ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ്, എല്ലാവരെയും കുണ്ടന്മാരാക്കുകയാണ്. ഇവിടെ മാത്രമാണ് നല്ലത്. അവൾ പറയുന്ന യൂസ് ചെയ്യുന്ന വേർഡ്സുകൾ പോലും വളരെ മ്ലേച്ഛമായ ടോയ്ലറ്റ് വേർഡ്സ് ആണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതാണ് സംസാരത്തിൽ കൊണ്ടുവരുന്നത്. എന്ത് മാന്യതയാണ് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്? ആർക്ക് വേണ്ടിയാണത്? ജെറുസലേം എന്നുള്ള ഒരു സ്ഥലത്ത് അവിടെ നിന്നുകൊണ്ട് എനിക്ക് കേരളത്തിലുള്ള എല്ലാവരെയും എന്തും പറയാം, കാരണം എന്നെ കാണുന്നത് വെറും ഒരു സ്ക്രീനിലാണ്, ഞാൻ എവിടെയാണെന്ന് ആരും അറിയില്ലല്ലോ. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നൊരു ധാരണയിലാണ്. ആരും ഒന്നും ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനൊന്നും ചെയ്യരുത്, കാരണം അതൊക്കെ ഈ ദുനിയാവിൽ, ഈ ഭൂമിയിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ഫലം അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ആരും ചെയ്തതിൻ്റെ പാവം തിന്നണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല നമ്മൾ. പക്ഷേ അതിൻ്റെ തൊലി കട്ടി എന്ന് പറയുന്നത് അങ്ങനെയാണ്, ആ രൂപത്തിലാണ് പോകുന്നത്. മുസൽമാൻ എവിടെ കണ്ടാലും മോശവൽക്കരിക്കണം, ഇസ്ലാമിനെ കുറിച്ച് പച്ചത്തെറി പറയണം, മുസ്ലിം ആചാരങ്ങളെ മോശമായി ചിത്രീകരിച്ച് പറയണം. ഇതാണ് ഇവരുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നത്, ഈ റീന എന്ന് പറഞ്ഞ ജെറുസലേമിലുള്ള ഈ ഒരു സ്ത്രീ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല, ഈ ഒരു സാധനത്തിനെ നിങ്ങൾ എന്താക്കുക, സൂക്ഷിക്കുക. സപ്പോർട്ട് കൊടുക്കുന്നതിന് ഒരു പരിധി വേണം. അതിന് താഴെ പോയിട്ട് ബ്രില്യൻ്റ് എന്നൊക്കെ കമന്റ് കൊടുക്കുമ്പോൾ സഹതാപം തോന്നുക, ഇവർക്ക് എന്ത് കണ്ടിട്ടാണാവോ ബ്രില്യൻ്റ് എന്നൊക്കെ പറയുന്നത്. സൂക്ഷിക്കുക. നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടവരെ മാത്രം സപ്പോർട്ട് ചെയ്യുക, അല്ലാത്തവരെ നിലക്ക് നിർത്തുക. അവരെ നിങ്ങൾ റിപ്പോർട്ട് അടിച്ചിട്ടോ മറ്റൊക്കെ ഇല്ലാതെയാക്കുക. കാരണം നിങ്ങളുടെ മക്കളും ഇതുപോലെ കേട്ട് വളരേണ്ടവരാണ്. ഇവരുടെയൊക്കെ വായിൽ നിന്ന് വരുന്ന തീ തുപ്പുന്നതായ ഇത്രയും നീചമായ വാക്കുകൾ അത് നിങ്ങളുടെ മക്കൾ പോലും കേട്ട് പഠിച്ചു പോകും. അതുകൊണ്ട് സൂക്ഷിക്കുക.